അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ അന്വേഷണ സംഘം വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. 3 ദിവസത്തേക്കാണ് 8 പ്രതികളെയും കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളിൽ നിന്ന് 79 ലക്ഷം രൂപ കണ്ടെത്തിയതായി അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. സംഭാവന തട്ടിപ്പ് രാജ്യത്തെ എമ്പാടുമുള്ള വിശ്വാസികൾക്ക് മാത്രമല്ല, ഓരോ പൗരനും വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ അന്വേഷണ സംഘം വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ അന്വേഷണം എവിടേക്ക് നീളുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ചമ്പത് റായിലേക്കൊക്കെ ഈ അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് പ്രവിത, ഗൂഗിൾ. ചെമ്പത്രായിലേക്കും അന്വേഷണം നീണ്ടേക്കും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടത് FIR-ൽ ചെമ്പത്രായുടെ പേര് ഉൾപ്പെട്ടേക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ FIR-ൽ 8 പ്രതികളുടെ പേരുകളാണ് ഉൾപ്പെട്ടിരുന്നത്. അതിൽ ശക്തമായ പ്രതിഷേധം, രാഷ്ട്രീയമായ പ്രതിഷേധം ഉൾപ്പെടെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. തുടർന്ന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം രാജിവെക്കുന്നതും. നിലവിലിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 8 പേർ, അവരെ 3 ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ പ്രതികളെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ, ഒപ്പം തന്നെ ഇതിന് ആരുടെയെല്ലാം സഹായം ലഭിച്ചിരുന്നു, പിന്തുണ ലഭിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും ചെമ്പത്രായിലേക്ക് അന്വേഷണം നീളും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. കാരണം ഈ അറസ്റ്റിലായ 8 പേരിൽ നിരവധി പേർ ചെമ്പത്രായുടെ അടുത്ത അനുയായികൾ, കൂട്ടാളികളാണ് എന്നുള്ളത് നിലവിൽ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്രൈവർ അടക്കമുള്ളവർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ അറസ്റ്റിലായ ആളുകൾ, ഇവർ ഈ സംഭാവന എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇതിൽ ഈ പ്രതികൾക്കെതിരായ പ്രധാന തെളിവായി മാറിയത് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. പ്രധാനമായും ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഈ എണ്ണിത്തിട്ടപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ നോട്ടുകൾ 100 എണ്ണത്തിന്റെ കെട്ടുകളായാണ് സാധാരണ നിലയിൽ സൂക്ഷിക്കാറുള്ളത്, തരംതിരിക്കാറുള്ളത്. എന്നാൽ അതിൽ എണ്ണം കൂട്ടിവെച്ച് ബണ്ടിലുകളാക്കിയ ശേഷം പിന്നീട് ഇത് CCTV ക്യാമറയിൽ പതിയും എന്നതുകൊണ്ട് തന്നെ അതിൽ 100-ലേറെ നോട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബണ്ടിലുകൾ ആക്കി വെക്കുകയും പിന്നീട് അധികമായി ചേർത്ത് വെച്ച പണം CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് മാറ്റി തിരികെ എടുക്കുകയും അത് പങ്കിട്ട് എടുക്കുകയുമായിരുന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രതികളിൽ നിന്നും 79 ലക്ഷം രൂപ ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. ഇത് വലിയ തോതിൽ തന്നെ രാഷ്ട്രീയ വിവാദമായിരിക്കുന്നു. ഒപ്പം തന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിനെയും അന്വേഷണ സംഘത്തെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. എന്തായാലും അന്വേഷണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വാക്കുകളിലും വ്യക്തമാകുന്നത്. പ്രവിത, ഗൂഗിൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.